രുടെ കാര്യത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ അവിടെയുണ്ട്. സാധാരണ മതില്ലാത്ത ചായ കുടിച്ചേ മുഖ്യമന്ത്രിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി വന്നില്ലല്ലോ. മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും കാണുന്നില്ല. മന്ത്രിയായിട്ട് ഞാൻ ഒരാളെ കണ്ടിരുന്നു, ശശീന്ദ്രൻ. ഞാനിത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവിടെ കാത്തിരിക്കുന്നു. ഒരു ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നതിനെ കുറിച്ച് നിൽക്കാതെ ഇവിടെ വന്നതാണ്. ഗവർണർ എങ്ങനെ ഉണ്ടായിരുന്നൊരു അതിഥിയെന്നല്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്നതെല്ലാം ജീവനക്കാരല്ലേ, അത് സാധാരണ കൊണ്ടു കൊടുക്കുന്നു. ഞാനും അതില്ലാതെ ചായ കുടിച്ചു. അതന്നെ, വേറൊന്നും അതും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി. തുറമുഖം ഇല്ലെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ മുഖ്യമന്ത്രി അധികാരത്തിൽപ്പെടുന്നതല്ലേ. ഏത് വകുപ്പാണ് ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ്. ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി, ആ വകുപ്പിനോട് നീതി പുലർത്തുക, അത് പിന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അത്ഭുതങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. അത് ഏതാണെന്ന് അറിയാം. മുഖ്യമന്ത്രിയാണ് പരമാധികാരി. ചടങ്ങിൽ ഗവർണറുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സൗഹാർദ്ദപരമായിരുന്നില്ലല്ലോ. അതൊക്കെ നിങ്ങൾ വിലയിരുത്തും എങ്ങനെയാണ്. സർക്കാരിന്റെ കാലത്ത് തുറമുഖ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ അതില്ലെങ്കിൽ പാർട്ടിക്ക് സ്വീകാര്യമാണോ? ഏത് പാർട്ടിക്ക്? കോൺഗ്രസ്. പക്ഷെ അതല്ലല്ലോ, ഒരു പാർട്ടിയെ സ്വീകരിക്കില്ലല്ലോ. തുറമുഖ വകുപ്പോ ഏത് വകുപ്പാണ് നൽകേണ്ടത് ആർക്ക് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി തീരുമാനിക്കും. ആ തീരുമാനിച്ചത് സ്വീകരിക്കുന്നതാണ്. അത് ഏത് വകുപ്പാണ്, എപ്പോഴാണ് കിട്ടുക, എന്താണ് എന്നൊന്നും ഒരിക്കലും ഈ 3 തവണ മന്ത്രിസഭയിലാണ് ഞാൻ അംഗമാകുന്നത്. ആ 3 തവണ അംഗമാകുമ്പോഴും അത് മുൻകൂട്ടി എന്താണ് ആകുന്നത്, അത് വേണം, ഇത് വേണം, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, കറക്റ്റ്. അത് തന്നെ, അതെ, വേറെ ഒന്നുമില്ല. അത് എങ്ങനെയായാലും കൃത്യമായി നേരത്തെ പറ്റുമെന്ന് നമ്മൾ കഴിവനുസരിച്ച് പരിശോധിക്കാമെന്നല്ലാതെ അത് വേണം, ഇത് വേണം, അത് മോശമാണ്, ഇത് നല്ലതാണ് എന്ന് പറയുന്ന സമ്പ്രദായം ഈ 3 ഘട്ടങ്ങളിലും മന്ത്രിസഭാംഗമായപ്പോഴും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും ആവശ്യം പോകണമെന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുണ്ടല്ലോ. അപ്പോൾ വന്നതിനും സംസാരിച്ചതിനും നന്ദി. വീണ്ടും കാണാൻ സാധിക്കില്ല. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു.